നമസ്കാരം. സ്വന്തം മന്ത്രിസഭയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കണക്കുകൾ പോലും വിശ്വസിക്കാത്ത അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യക്കെതിരെ കടുത്ത ആരോപണവുമായി വീണ്ടും ഡൊണാൾഡ് ട്രംപ്. നിങ്ങൾ എനിക്ക് അസംബന്ധ കണക്കുകളാണ് നൽകുന്നത്. സ്വന്തം കൊമേഴ്സ് സെക്രട്ടറിയോടുള്ള ട്രംപിന്റെ രൂക്ഷപ്രകടനം ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 100% താരിഫ് ചുമത്തുന്നുവെന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ ഔദ്യോഗിക രേഖകൾ പറയുന്നത് മറ്റൊന്നാണ്. അപ്പോൾ ചോദ്യം, കണക്കുകൾ തെറ്റായിരുന്നു? അതോ ട്രംപ് രാഷ്ട്രീയമായി ഒരു കഥ ഇന്ത്യക്കെതിരെ അണിയറയിൽ നിർമ്മിക്കുകയായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കും തമ്മിൽ ഇന്ത്യയുടെ നികുതി നയത്തെ ചൊല്ലി വൈറ്റ് ഹൌസിൽ വെച്ച് രൂക്ഷമായ വാഗ്വാദമുണ്ടായതായാണ് വെളിപ്പെടുത്തൽ. ന്യൂയോർക്ക് ടൈംസ് മാധ്യമ പ്രവർത്തകരായ മാഗി ഹേബർമാൻ, ജോനാഥൻ സ്വാൻ എന്നിവർ എഴുതിയ റെജിം ചേഞ്ച് ഇൻസൈഡ് ദി ഇംപീരിയൽ പ്രസിഡൻസി ഓഫ് ഡൊണാൾഡ് ട്രംപ് എന്ന പുതിയ പുസ്തകത്തിലാണ് ഭരണകൂടത്തിലെ ഈ ആഭ്യന്തര തർക്കത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. US ട്രേഡ് റെപ്രസെന്റേറ്റീവ് രേഖപ്പെടുത്തിയിട്ടുള്ളതിനേക്കാൾ വളരെ ഉയർന്ന നികുതിയാണ് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്നതെന്ന് ട്രംപ് ഉറച്ചു വിശ്വസിച്ചിരുന്നതാണ് തർക്കത്തിന് കാരണമായത്. ചൈനയും ഇന്ത്യയും നമ്മളിൽ നിന്ന് എത്രത്തോളം നികുതി ഈടാക്കുന്നുണ്ടെന്നതിനെ കുറിച്ച് കൃത്യമായ കണക്കുകളോ വസ്തുതകളോ ആരും എനിക്ക് തരുന്നില്ല. നിങ്ങൾ എനിക്ക് തരുന്നത് വെറും കള്ളക്കണക്കുകളാണ് എന്ന് ട്രംപ് ദേഷ്യത്തോടെ പറഞ്ഞതായി പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗിക രേഖകളിലെ യഥാർത്ഥ വിവരങ്ങൾ കാണിച്ച് ട്രംപിനെ ബോധ്യപ്പെടുത്താൻ വാണിജ്യ സെക്രട്ടറി ലുട്നിക് പരമാവധി ശ്രമിച്ചുവെങ്കിലും ട്രംപ് കൂടുതൽ പ്രകോപിതനാകുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഗവൺമെന്റ് നൽകുന്ന ഡാറ്റകൾ വെറും അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ട്രംപ് US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ കുറഞ്ഞത് 175% അതിൽ കൂടുതലോ നികുതി ചുമത്തുന്നുണ്ട് എന്നാണ് വാദിച്ചത്. ട്രംപ് ഭരണകൂടത്തിലെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഉൾപ്പെടെയുള്ള മറ്റുദ്യോഗസ്ഥരും മുൻപ് ഇന്ത്യയെ നികുതികളുടെ മഹാരാജാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ അമേരിക്ക 25% അധിക നികുതി ചുമത്തിയത്. തുടർന്ന് 2025 ഓഗസ്റ്റിൽ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ ഇന്ത്യ വ്ളാഡിമിർ പുടിന്റെ യുക്രൈൻ യുദ്ധത്തിന് പണം നൽകി സഹായിക്കുകയാണ് എന്ന് ട്രംപ് പരസ്യമായി കുറ്റപ്പെടുത്തി. ഇതിന്റെ ശിക്ഷ എന്നോണം ഇന്ത്യക്ക് മേൽ വീണ്ടും 25% നികുതി കൂടി ചുമത്തിയതോടെ ആകെ നികുതി നിരക്ക് 50% ഉയർന്നു. ഇതോടെ ചൈന, ബ്രസീൽ തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങൾക്കൊപ്പം അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന നികുതി നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും തള്ളപ്പെട്ടു. ഈ കടുത്ത നടപടികൾ വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കി. ഇരു രാജ്യങ്ങളും തമ്മിൽ നിശ്ചയിച്ചിരുന്ന പല സുപ്രധാന ചർച്ചകളും പ്രതിനിധി സന്ദർശനങ്ങളും ഇതേ തുടർന്ന് റദ്ദാക്കേണ്ടി വന്നു. എന്നാൽ മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് 2026 ഫെബ്രുവരി 2-ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിലെത്തിയതായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇതനുസരിച്ച് റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന ഇന്ത്യയുടെ ഉറപ്പിന്മേൽ ട്രംപ് ചുമത്തിയ അധിക നികുതികൾ പിൻവലിക്കാൻ അമേരിക്ക സമ്മതിച്ചു. പുതിയ കരാർ പൂർണ്ണമായി നടപ്പിലാകുന്നതോടെ ഇന്ത്യക്ക് മേലുള്ള നികുതി നിരക്ക് 18% കുറയും. ഇതിന്റെ അവസാനവട്ട ചർച്ചകൾക്കായി US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ ഈ ആഴ്ച ഇന്ത്യൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതൊരു സാധാരണ വ്യാപാര തർക്കമല്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കാരണം ട്രംപിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വ്യാപാര യുദ്ധം ഒരു സാമ്പത്തിക വിഷയം മാത്രമല്ല, വോട്ടുകൾ നേടാനുള്ള ശക്തമായ രാഷ്ട്രീയ ആയുധം കൂടിയാണ്. കണക്കുകളെ തോൽപ്പിക്കുന്നത് രാഷ്ട്രീയമാണോ? ഇന്ത്യക്കെതിരായ ട്രംപിന്റെ ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണോ? അല്ലെങ്കിൽ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇന്ത്യ വീണ്ടും ഒരു രാഷ്ട്രീയ വില്ലൻ ആക്കപ്പെടുകയാണോ? ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളുടെ ഭാവിയെ ഇത് ബാധിക്കുമോ? ചോദ്യങ്ങൾ നിരവധി ചൂടുപിടിക്കുകയാണ് ലോക രാഷ്ട്രീയത്തിൽ.